ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ചാടിയുടെ ഉള്ളിൽ മുളപൊട്ടിയിരിക്കുന്ന ആ ആഗ്രഹം ജീവരാജിൻ്റെ അച്ഛനും അമ്മയും പറയുമ്പോൾ മഞ്ചാടിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അങ്ങനെ ജീവരാജുമായി മഞ്ചാടി പുറത്തോട്ട് പോവാണ്. ഈ വാക്കുകൾ കേട്ട മഞ്ചാടി ജീവരാജിനോട് പറയാണ്, അതെ, എനിക്ക് ഈ പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. നീയും ഞാനുമായുള്ള കല്യാണം എന്താ മഞ്ചാടി നീ പറയുന്നത്? നിൻ്റെ അച്ഛനമ്മമാർ നിന്നെ എതിർക്കില്ലേ? നിന്റെ അച്ഛനും നിന്റെ വേണ്ടപ്പെട്ടവരൊക്കെ നിന്നെ എതിർക്കില്ലേ എന്ന് മഞ്ചാടിയോട് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ചാടി പറയണേ, ശരിയാണ് ജീവരാജ്, എനിക്ക് എൻ്റെ അച്ഛനെ തടുത്ത് എനിക്ക് ഈ വിവാഹത്തിന് മുന്നിടാൻ കഴിയില്ല. പിന്നെ നീ എന്താ പറയുന്നത്? പിന്നെ ഞാൻ നീയുമായി എങ്ങനെ വിവാഹം നടത്തും? നമുക്ക് രജിസ്റ്റർ മാരേജ് ആയാലോ എന്ന് പറയുമ്പോൾ ജീവരാജ് ആകെ ഞെട്ടിപ്പോവണേട്ടാ. എന്താ മഞ്ചാടി ഈ പറയുന്നത്? നിന്റെ രഘുവേട്ടനും അതുപോലെ മറ്റുള്ളവരൊക്കെ എൻ്റെ നേർക്കെടുക്കും, അതൊരിക്കലും കഴിയില്ല എന്ന് പറയുമ്പോൾ ജീവരാജ്, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ വിവാഹം നടത്താൻ കഴിയില്ല. എൻ്റെ അച്ഛൻ വിഷുവിന് തീരുമാനമെടുക്കും, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. വിവാഹത്തെ സംബന്ധിച്ചുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ, നീയും ഞാനുമായുള്ള കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേ വഴിയുള്ളൂ എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന ജീവരാജിൻ്റെ ഉള്ളിൽ ഒരു പെടച്ചിലൊക്കെയുണ്ട്. അങ്ങനെ പേടിയോടുകൂടി ജീവരാജ്, അത് നമുക്ക് പിന്നെ ആലോചിക്കാം, ഇത്രയും ധൃതി വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തീരുമാനം എടുക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ, അല്ല എങ്കിൽ എൻ്റെ വിവാഹം മറ്റൊരുത്തനുമായി ഉറപ്പിക്കുന്നതായിരിക്കും ഇനി കാണുക എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ജീവരാജാണെങ്കിലോ മഞ്ചാടിക്കൊപ്പം നിന്ന് ആകെ പ്രതിസന്ധിയിലാവാണ്. ഈശ്വര, അവരുമായി നിഷേധിച്ചു കഴിഞ്ഞാൽ തനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ അതിലേറെ ആയിരിക്കും എന്ന് ജീവരാജിന് അറിയാട്ടോ. പക്ഷേ ഇപ്പുറത്താണെങ്കിലോ അമ്പിളി പറഞ്ഞത് എത്ര സത്യമാണെന്ന് ദാസിനും രഘുവിനും തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് മാഷിൻ്റെ പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. കാരണം മാഷ് വിനയൻ ഹോസ്പിറ്റലിലോട്ട് പോയപ്പോൾ ചീരുവിൻ്റെ ഹോസ്പിറ്റൽ ബില്ല് അടച്ചതും ഒക്കെ പറഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു നെഞ്ചിലേറ്റ മുറിവ് പോലെ തന്നെ ആയിരിക്കുന്നു. അങ്ങനെ വിനയൻ പോയതിന് ശേഷം അമ്പിളി കാര്യങ്ങൾ പറയണേ, ഇപ്പം എന്തായി? ഞാൻ എന്തെങ്കിലും പറഞ്ഞ എല്ലാവർക്കും അത് എന്നോട് ദേഷ്യമാണല്ലോ. ഇപ്പം അച്ഛൻ ചെയ്ത പണി എന്താ? രഘുവേട്ടൻ്റെ കൈകളിൽ അത്രയും പണം കൊടുത്ത് ആ വീട്ടിലോട്ട് പറഞ്ഞു വിടേണ്ടടുത്ത് വെറും 3000 ഉലുവ കൊടുത്താണ് പറഞ്ഞു വിട്ടത് എന്നൊക്കെ പറഞ്ഞ് അമ്പിളി ഒരുമാതിരി ആളെ കളിയാക്കുന്നത് പോലെയുള്ള സംസാരമാണ് കേട്ടോ. അപ്പം അത് കേൾക്കുന്ന ദാസ് പറയണേ, നിങ്ങൾ പ്രശ്നമുണ്ടാക്കേണ്ട, നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കി തരാമെന്നും പറയുന്നു കേട്ടോ. അങ്ങനെ ഈ വാക്കുകൾ കേട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീടാണെങ്കിലോ ഹോസ്പിറ്റലിൽ നിന്നും ചീരുവിനെ ഡിസ്ചാർജ് ആക്കിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ, വിനയൻ്റെ വീട്ടിലോട്ട്. വിനയനാണെങ്കിലോ അതീവ സന്തോഷവനായി നിൽക്കുകയാണ്. കാരണം വിനയൻ ഈ ഒരു വരവിനായി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അതുമാത്രമല്ല, ജോത്സന്റെ വാക്ക് താൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു ആൺകുഞ്ഞ്, അതൊക്കെയുള്ള സന്തോഷത്തോടു കൂടി ഇവരെ വരവേൽക്കട്ടോ. അപ്പോൾ ആ ഒരു വരവേൽക്കൽ കാണുമ്പോൾ മാഷ് പോലും അന്തം വിട്ടു പോവുകയാണ്. എന്തൊരു കാട്ടിക്കുട്ടിലാണ് വിനയൻ കാട്ടിയിരിക്കുന്നത് എന്നുള്ള ലെവലിൽ ഇങ്ങനെ നോക്കണം കേട്ടോ. ഇതേ സമയം ചീരു ആണെങ്കിൽ വളരെ ഭയത്തോടു കൂടി അനുപമയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. കാരണം ഇനി എൻ്റെ ജീവിതം എന്ത് എന്ന് ആർക്കും പറയാൻ പറ്റാത്ത അത്രയും വലിയൊരു കഷ്ടപ്പാടിലോട്ടാണ് പോകുന്നത്. എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞൊരു ആൺകുഞ്ഞാണെങ്കിൽ എനിക്ക് ജീവിതമുണ്ട്, അല്ല എങ്കിൽ എൻ്റെ കാര്യം പിന്നീട് പറയാനില്ല എന്നൊക്കെയുള്ള ആ ഒരു ഇതോടുകൂടി ചീരു ഇങ്ങനെ കയറി വരണം കേട്ടോ. ഇതേ സമയമാണെങ്കിൽ വിനയൻ മാഷിനോട് പറയണേ, അതെ, ഇപ്പോൾ അമ്പിളി ചേച്ചിയും രഘുവേട്ടനും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അത് കേൾക്കുന്ന ചീരു പറയാ, എന്ത്? അമ്പിളി ചേച്ചി രഘുവേട്ടനും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു എന്നോ? അതെ, അമ്പിളി ചേച്ചി രഘുവേട്ടനും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അവർ ദാസങ്ങളുടെ വീട്ടിലുണ്ട്, അവരെന്തൊക്കെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പം എൻ്റെ മക്കളോ എന്ന് ചീരി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ആർച്ചയും ഭദ്രയും പഞ്ചരത്നത്തിലുണ്ട്, സരോജിനിയെ ഏൽപ്പിച്ചാണ് പോകുന്നത്. അത് കേൾക്കുന്ന ചിരുവിനെ അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടാ. അച്ഛാ, എൻ്റെ മക്കളെ അവിടെ തനിയാക്കി അമ്പിളി ചേച്ചി രഘുവേട്ടനും ഇങ്ങോട്ടേക്ക് പോകുന്നെന്നോ? അതെന്താ അച്ഛാ അമ്പിളി ചേച്ചി രഘുവേട്ടനും ചെയ്തത്? അപ്പോൾ ലക്ഷ്മി മോളെ അവിടെ നിർത്തിയിട്ടുണ്ടോ? അത് കേൾക്കുന്ന വിനയം പറയാം, അതെനിക്കറിയില്ലെന്ന് തോന്നുന്നു. എന്തായാലും അത് അവിടെ നിർത്തിയിട്ടില്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും മക്കളെ അവിടെ നിർത്തി കൊടുക്കേണ്ട ചീരു, ഇവിടെ കൊണ്ടുവന്നൂടെ? ഇവിടെ അമ്മയും ഞാനൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളെല്ലാവരും മക്കളെ നോക്കിക്കോളാം എന്നുള്ള പറച്ചിലും കൂടി ആവുക കേട്ടോ. ഈ സമയം വിനയനോട് മാഷ് പറയും, എന്തായാലും കാര്യം എന്താണെന്ന് ഞാൻ തിരക്കട്ടെ, അതിനുശേഷമാവാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ചീരു തൻ്റെ അച്ഛനോട് സംസാരിക്കുകയാണ്, അച്ഛാ, എൻ്റെ മക്കൾ അവിടെ തനിയെ നിൽക്കാൻ അനുവദിക്കുക
സംഭവിക്കരുത് അച്ഛാ. എൻ്റെ മക്കൾ ആരുമില്ലാത്തവരെ പോലെ ആ വീട്ടിൽ അഭയാർത്ഥികളായി കഴിയുമ്പോൾ എനിക്കത് താങ്ങില്ല അച്ഛാ എന്ന് ചീരു പറഞ്ഞ് കരയുമ്പോൾ ഉടൻ തന്നെ മാഷ് പറയും, മോളെ നീ സങ്കടപ്പെടണ്ട, എന്താണ് അമ്പിളിയും രഘുവും ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ള സത്യം ഞാൻ പോയി അറിയട്ടെ, അതിനുശേഷം മതി. അവരെന്തെങ്കിലും അത്യാവശ്യത്തിന് വന്നതാണെങ്കിലോ അവർ ഇന്ന് തന്നെ ഇവിടെ നിന്നും പോയെങ്കിലോ എന്നൊക്കെ പറയുമ്പോൾ വിനയൻ പറയണ്, ഇല്ല അവർ 2 ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു പറച്ചിലാണ് അവിടെ കേട്ടത് എന്ന് പറയണിട്ടോ. പിന്നീട് ചിരുവിൻ്റെ സമാധാനം പോവാണ്. എന്നാൽ ഈ സമയം അനുപമയാണെങ്കിലും മോളെ സങ്കടപ്പെടാതെ എന്ന് പറയുമ്പോൾ, ചേച്ചി എൻ്റെ മക്കളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ഇവിടുത്തെ അവസ്ഥ ചേച്ചിയോട് ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ എൻ്റെ മക്കളെ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരേണ്ടി വരുമോ എന്നൊരു ഭയം ചിരുവിൻ്റെ ഉള്ളിൽ വരാൻ കേട്ടോ. എന്നാൽ ഈ സമയം മാഷാണെങ്കിൽ നേരെ പോകുന്നത് ദാസിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. ഈ സമയം ദാസിൻ്റെ വീട്ടിലോട്ട് എത്തുമ്പോൾ അവിടെ അമ്പിളിയും രഘുവും ഉണ്ട്. എന്നാൽ അമ്പിളിയാണെങ്കിൽ പെട്ടെന്ന് മുഖം തിരിക്കുകയാണ്, രഘു ആണെങ്കിൽ അപ്പുറത്തെ സൈഡിലോട്ട് പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും മുഖം തിരിച്ച് പോകുന്നത് കാണുമ്പോൾ മാഷിന് അതൊരു പന്തികേടായി തോന്നണം കേട്ടോ. അങ്ങനെ മാഷ് ദാസിനോട് എന്തിനാണ് ഇവർ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പോൾ രഘു രഘുവിനോട് ചോദിക്കുകയാണ്, എന്താ രഘു നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം? അത് പിന്നെ അമ്മാവ അതൊരു കാര്യമുണ്ട്, രഘുട്ടാ ഒന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും അമ്പിളി വിളിച്ച് കൊണ്ടുപോകുന്നു കേട്ടോ. അങ്ങനെ അമ്പിളിയുടെ ആ ചൊടിപ്പിക്കുന്ന സംസാരം മാഷിൻ്റെ ഉള്ളിൽ വേദനയാക്കാണ്. അങ്ങനെ മാഷ് എന്താ ദാസേ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ, അണ്ണ അവരുടേതായ ഒരു തീരുമാനങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത്. എന്ത് തീരുമാനം? അവർക്ക് വേറെ വീട് വെക്കണമെന്നോ അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം അണ്ണൻ എടുക്കണമെന്നോ? അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത്? ഉടൻ തന്നെ മാഷിനോട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കണം കേട്ടോ. രഘു ആ വീട് നേരാക്കാൻ പോകുമ്പോൾ അണ്ണൻ അവരുടെ കയ്യിൽ 3000 രൂപ വെച്ചു കൊടുത്തു, എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അണ്ണൻ അറിഞ്ഞും കൊണ്ട് ചെയ്യുന്നു എന്ന് അമ്പിളി പറയുന്നു. അവൾ പറയുമ്പോൾ അവളുടേതായ ന്യായമുണ്ട്. രഘുവിനെ ഒരു ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ, അങ്ങനത്തെ രഘുവിൻ്റെ കയ്യിൽ അണ്ണൻ എന്താ അങ്ങനെ പൈസ വെച്ചു കൊടുത്തത് എന്ന് പറയുമ്പോൾ, ഈശ്വര ഞാൻ അതത്ര ചിന്തിച്ചില്ലല്ലോ, ഞാൻ അത് ചിന്തിക്കാതെ പോയ കാര്യം തന്നെയാണ്. തെറ്റ് എൻ്റെ അടുത്ത് തന്നെ പറ്റിയത്, തെറ്റ് എനിക്ക് തന്നെയാണ് സംഭവിച്ചത്. ഈശ്വര എനിക്ക് എന്താ അങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്നൊക്കെ എങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാമെന്നും പറഞ്ഞ് മാഷിന് വളരെ സങ്കടത്തോടു കൂടി ഒന്നും മിണ്ടാതെ മാഷ് അവിടെ നിന്നും ഇറങ്ങി പോവാണ് കേട്ടോ. പിന്നീട് മാഷ് നേരെ പോകുന്നത് പഞ്ചരത്നത്തിലോട്ടാണ്. കാരണം മാഷിനെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. തനിക്ക് പ്രതീക്ഷിക്കാത്തൊരു മറുപടി രഘുവിൽ നിന്നും ഈ പറയുന്ന അമ്പിളിയിൽ നിന്നും കിട്ടിയപ്പോൾ തനിക്കത് വേദന പോലെ തന്നെ ആവണം കേട്ടോ. അവർ പറയുന്നതിൽ ഒരു ന്യായമുണ്ട്. കാരണം എന്തിനും ഏതിനും അവരെ ഒപ്പം നിൽക്കുന്നുണ്ട്. അവർക്കൊരു കൂലിയോ ഒന്നും കൊടുക്കാതെയും കണ്ട് അവരെ കൊണ്ട് ഓരോ പണിയും മാഷ് ചെയ്യിപ്പിക്കുമ്പോൾ പക്ഷെ പ്രതീക്ഷിച്ച തുക അവരുടെ കൈകളിൽ വെച്ച് കൊടുക്കാതായി പോയത് എനിക്ക് തെറ്റ് പറ്റി എന്ന് തോന്നണം കേട്ടോ. പിന്നീട് മാഷ് ലക്ഷ്മിയുടെ മുന്നിൽ പോയി, ലക്ഷ്മി ചില സമയത്ത് എനിക്കെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അമ്പിളി പറയുന്നതിൽ കാര്യമുണ്ട്. രഘു നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരു മോനെ പോലെ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ കഷ്ടപ്പാട് ഞാൻ മനസ്സിലാക്കാതെ പല തെറ്റുകളും ഞാൻ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇനി ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് മാഷ് സങ്കടപ്പെടുമ്പോൾ സരോജിനി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം സുശീല ആകെ ഒരു തരം ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് കേട്ടോ സുശീല വരുന്നത്. അപ്പോൾ സോനയും ഈ പറയുന്ന പ്രതിഭയും കൂടി ചെടി നനച്ചും കൊണ്ടിരിക്കുകയാണ്. ആ സമയമാണ് എടി എന്ന് പറഞ്ഞിട്ട് സുശീലയുടെ വിളി വരുന്നത്. അത് കേൾക്കുന്ന സോന പോലും ഞെട്ടിപ്പോവാണ്. ഈശ്വര, അമ്മ എന്താ ഇങ്ങനെ വിളിക്കുന്നത് എന്ന ഭാവത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സുശീല, എടി നീയും നിന്റെ അച്ഛന് കബളിപ്പിച്ച് നീ സത്യൻ്റെ ഭാര്യയായല്ലടി എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പ്രതിഭ, എന്താ അമ്മേ, എന്താ ഞാൻ ചെയ്ത തെറ്റ്? പിന്നെ എൻ്റെ മകൻ സത്യനുമായി വിവാഹം നടത്തുന്ന സമയത്ത് ആ രാഹുലിനെ ഇന്ദുവിൻ്റെ ഭർത്താവായി അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നിൻ്റെ അച്ഛൻ്റെയും ആ രവികുമാറിൻ്റെയും കളിയായിരുന്നൂലേ എന്ന് പറയുമ്പോൾ പ്രതിഭ പറയാൻ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ, മിണ്ടരുത് നീ എൻ്റെ മകൻ്റെ ഭാര്യയാവാൻ കള്ളത്തരത്തിലൂടെ ഈ വീട്ടിലോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സത്യൻ്റെ ഭാര്യയായി നിനക്ക് അധിക കാലം ഇവിടെ നിൽക്കാൻ കഴിയില്ലടി. അത് കേൾക്കുന്ന സോന പറയണ, അമ്മേ എന്തിനാണ് ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത്? അതിടി നീ അറിയാത്ത സത്യങ്ങൾ ഞാൻ പറഞ്ഞു തരാടി. ഇവളുടെ അച്ഛനുണ്ടല്ലോ, ഇവളുടെ അച്ഛൻ എന്നും കള്ളനാണ്, ആൾക്കാരെ പറ്റിച്ചും തട്ടിച്ചും വെട്ടിച്ചും ജീവിച്ചവനാണ്. പണ്ട് ഒറ്റ കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കനായിരുന്നു ഇവളുടെ അച്ഛൻ. ഇപ്പോഴിങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കയ്യിൽ പണമില്ലാത്തത്
അറിയാത്തത് കൊണ്ടാണ്. അവൻ ചെയ്ത പ്രവർത്തികൾ ഓരോന്നും ഞാൻ ഇവൾക്ക് മുന്നിൽ വിളിച്ചു പറയുകയാണെങ്കിൽ ആനന്ദമാഷിനെയൊക്കെ വെടക്കാണ് ഇവളുടെ അച്ഛൻ. ഇപ്പോൾ അനുപമയുടെ അതേ റോൾ തന്നെയാണല്ലോ ഇവൾ ചെയ്യുന്നത്. അതിസാമർത്ഥ്യത്തോടു കൂടി എൻ്റെ മകനെ സ്വന്തമാക്കിയ ഇവളെ ഞാൻ വെറുതെ വിടുമെന്ന് തീരുമാനിച്ചോ എന്നൊക്കെ പറയുമ്പോൾ പ്രതിഭ സങ്കടം പൊട്ടാണ് കേട്ടോ. കാരണം പ്രതിഭ കല്യാണം കഴിക്കുന്നതിന് മുന്നേക്കെ നല്ല കട്ടിയുള്ള മനസ്സായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും പ്രതിഭയുടെ മനസ്സ് ലോലഹൃദയമായി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രതിഭ ഇനി കടുങ്കൈ ചെയ്യുന്ന സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പ്രതിഭ പൊട്ടി പൊട്ടി കരഞ്ഞും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ എന്തിനു വേണ്ടിയാണ് അമ്മ ഇങ്ങനെ ഓരോരുത്തരുടെയും കണ്ണുനീർ അമ്മയുടെ നെഞ്ചത്തോട്ട് വീഴിക്കുന്നത്, എന്തിനാണ് എന്ന് പറയുമ്പോൾ എടി ഈ സുശീലയുടെ മേലെ ചവിട്ടിക്കഴിഞ്ഞാൽ സുശീല വെറുതെ വിടില്ല. ഇവളും ഇവളുടെ തന്തയും കൂടി നാടകം കളിച്ച് നമ്മുടെ സത്യൻ്റെ വിവാഹം മുടക്കിയതാണ് എന്നുള്ള സത്യം പറയുമ്പോൾ എന്താ അമ്മ പറയുന്നത്. അപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ രാഹുൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സോനയോട് പറയുമ്പോൾ സോന പോലും ഞെട്ടിപ്പോവാ.